അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മുൻപിൻ പരിചയമില്ലാത്ത രണ്ട് ആമ്പിള്ളാരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുന്നു. പുന്നാര മമ്മി ആയിരിക്കും ഇതിനെല്ലാം സപ്പോർട്ട്. അയ്യോ, ഇതിനിടയിലേക്ക് എന്നെ വലിച്ചഴിക്കല്ലേ. അച്ഛാ, എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പൈസ എല്ലാം അവര് മുടക്കും, ഞാനൊന്ന് നിന്ന് കൊടുത്താ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. അച്ഛൻ കാശ് തരുമോ? 2 മാസം കൊണ്ട് എന്റെ മോള് കത്തിച്ച് കളഞ്ഞ കാശ് എത്രയാ? നിക്ക് ഇതേ ജോയിൻ ചെയ്യാൻ അച്ഛൻ സമ്മതിച്ച 6 മാസം കൊണ്ട് വാങ്ങിയതൊക്കെ ഞാൻ തിരിച്ചുതരാം. പ്ലീസ് അച്ഛാ, സമ്മതിക്കേ. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ? ആ പയ്യന്മാരെ കുറിച്ച് ഇവൾ എന്നോട് പറഞ്ഞതാ. കുഴപ്പക്കാരല്ലെന്ന് എനിക്ക് ഉറപ്പാ. നിന്റെ ബലത്തിൽ കൂടുതൽ വാചകം അടിക്കാതെ മര്യാദയ്ക്കൊന്ന് സമ്മതിക്കേ. GK നിലംപരിശായി. അവരെ വിളിച്ച് പറയട്ടെ. ദേ ചായ. ഇന്നേട്ടാ, നീ എന്താണ് അതിന്റെ നമ്പറൊക്കെ എടുത്ത് മാറ്റുന്നേ? അകത്താകും ചക്ക നമ്പറില്ലാതെ ഓടിയാല്. ഈ നമ്പറും കൊണ്ട് ഓടിയാലാണ് അകത്താവുന്നത്. ഇതിനി ആരോ ഓടിക്കാൻ പോകുന്ന അച്ഛാ? അതാ ഞാനും പറയുന്നത്, ആഗ്രഹ വിലക്കും വിറ്റുകളാ. അച്ഛനിത് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കിത് വേണം. എനിക്കിത് എൻ്റെ ഭാഗ്യമാണ്. ഇവന്റെ നമ്പറൊക്കെ മാറ്റി ഇവനൊരു കുസൃതി കുട്ടനാക്കി നമ്മുടെ ഓഫീസിന് മുമ്പ് കൊണ്ടിടും. ഇതിനി കാറല്ല, ഇതൊരു സ്മാരകമാണ്. നിങ്ങൾ പഴയതൊക്കെ മറന്നു, അവനൊന്നും മറന്നിട്ടില്ല. അവന്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അതാണ് കാര്യം. ഇവനും 10 മാസം കിടന്നത് ഈ വയറ്റിലല്ലേ, ആ ഗുണം കാണിക്കും. ക്ഷമിക്കൂ മകനെ. അച്ഛൻ ഉപേക്ഷിച്ച ഈ മകൻ എല്ലാരും കൂടി ഒന്ന് തള്ളി എനിക്ക്. ആ തള്ളു ടീം വന്നു. ഇവിടെ ഒരു തർക്കം. ഈ കാർ ഇരിക്കണമെന്ന് ഞാൻ, അതുകൊണ്ട് സ്മാരകം പണിയാൻ പോവാന്ന് അളിയന്റെ പെങ്ങളും എന്റെ മോനും. അളിയൻ എന്ത് പറയും? അതിലും വലിയ തർക്കാണ് അളിയ ഇവിടെ. അതെന്താ? ഷാജന്റെയും നളിനിയുടെയും കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇവള് അത് പറ്റില്ല, തിരുപ്പതി വെച്ച് തന്നെ വേണമെന്ന് ഞാനും. ശ്മശാനത്തിൽ വെച്ച് മതിയെന്ന് ഞാൻ. അളിയ ആദ്യം കല്യാണ തർക്കം ഒന്ന് പരിഹരിക്കേ. വണ്ടി തർക്കം വെറും സില്ലി മാറ്റർ, അത് പിന്നീട്. എന്നാൽ അതിനും വലിയ മാറ്റർ അളിയനോട് എനിക്ക് പറയാനുണ്ട്. എന്താ? എന്റെ ഈ മോൻ അടുത്ത ആഴ്ച മുതൽ ആരാ? അതെന്താ, ഇവൻ ആഴ്ചയിൽ ഒരിക്കൽ മാറുന്ന തന്നെ വേണോ? അതല്ലളിയ, ഈ കുടുംബത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. അല്ല, അളിയ പറയാൻ വന്നത് പറ. അത് എങ്കിൽ അവൻ തന്നെ പറയട്ടെ. വേറെ ഒന്നുമല്ല അമ്മാവ, ഞങ്ങള് 2-3 പേര് കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. എന്റെ മോളുടെ ഭാഗ്യം. അതെ അളിയ, ഇച്ചിരി വിശാലമായ പരിപാടിയാ. റിയൽ എസ്റ്റേറ്റ്, റെന്റ് കാർ, ട്രാവൽസിന് മാനേജർ ഞാനാ. വാസൂട്ടിന് കലക്ക് കളിയാ. എന്നാ നമുക്ക് ഒന്നും ആലോചിക്കണ്ട അളിയ, ഇവരുടെ കല്യാണം അങ്ങ് അമേരിക്ക വെച്ച് നടത്താം. ഹണിമൂൺ അങ്ങ് ജപ്പാനിലും. ചേച്ചിയുടെ ഒരു ചാട നോക്കിയേ പോടി. എന്റെ കല്യാണം ഈ ടാക്സിയിൽ വെച്ച്, എന്റെ ഹണിമൂണും ഈ ടാക്സിയിൽ വെച്ച്. നാളെ വന്ന് കാണാം. ഇന്ന് അല്പം തിരക്കില്ല. 2.5 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? പാടം നികത്തിയൊന്നുമല്ലല്ലോ? അല്ലല്ലേ? ശരി, ഓക്കെ, നാളെ കാണാം. ഓക്കെ, ശരി, ഓക്കെ. എന്താടാ? നീ ഒന്ന് അങ്ങോട്ട് വന്നേ പറ്റൂ. നിന്റെ തന്തയുടെ കാര്യം വലിയ കുഴപ്പമാണ്. അച്ഛൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എടാ, അതിന് പറ്റണ്ടേ? നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്താൽ ശരിയാവില്ലെന്നാ പറയുന്നത്. ചോദ്യങ്ങളൊക്കെ അങ്കിള് തന്നെയാ ചോദിക്കുന്നത്, അതും ഇംഗ്ലീഷിൽ. എന്റെ ദൈവമേ, കൊളമാക്കുമല്ലോ. കൊളമായി. ഒരു വൃത്തികെട്ട വിഗ് എടുത്ത് തലേ വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെ ഇല്ല. നീ തന്നെ അങ്ങ് മാനേജ് ചെയ്യ്, അല്ലെങ്കിൽ പിരിച്ചുവിട്. എടാ, പാർവതിയും പറഞ്ഞു. ഹലോ. What certificate university mark list and getting a rank come for here and how many year bond working here? പേടൻ? പാടായിരിക്കും. കുഞ്ഞെ, വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയുണ്ട് അങ്കിളെ? ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ആദ്യം ഈ ഫയൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഫയൽ ഫയൽ താടേ. സർ, ഇയാൾക്ക് ഭ്രാന്താണ്. എന്തൊക്കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾ ചോദിക്കുന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് ഇതാ, എനിക്കിവിടെ ജോലി തന്നാലും വേണ്ട. അങ്കിൾ, അടുത്തതൊരു ജാനകിയാ. അച്ഛന്റെ റെക്കമെൻഡേഷനാ. ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം. ആയിക്കോ. ആമ്പിൾ എന്നുള്ള സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. ഇരിക്ക്. താങ്ക് യു മാഡം. ഇനി നിങ്ങൾ നടത്തിയോ? ഞാൻ ചോദിച്ച പോലെ ഇത്തിരി കേറ്റി തന്നെ ചോദിച്ചു. രക്ഷപ്പെട്ടു സർ. ആ, ഡിഗ്രിക്ക് 85% ഉണ്ടായിരുന്നല്ലേ? നൈസ്. താങ്ക് യു മാഡം. ശരി, ഞാൻ വിളിക്കാം. സാജ, ഇന്റർവ്യൂവിന് വന്നൊരു പെണ്ണ് തലയുറ്റി വീണു. നീ ഒന്ന് വന്നേ.
ഒന്ന് വിളിച്ചു നോക്കിയേ. ജാനകി 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 എന്ത് പറ്റിയടേ? തല ചുറ്റി വീണതാ. ആ, ഗർഭിണിയായിരിക്കും. കുട്ടി സിംഗിളാ. സിംഗിൾ ആണോ ഡബിൾ ആണോ എന്നൊക്കെ സ്കാൻ ചെയ്തല്ലേ പറയാൻ പറ്റൂ. ഓ, ശരി ശരി പോയേക്കാം. ഒന്ന് നോക്കിക്കോണേ. ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണെന്നാ തോന്നുന്നത്. കുറച്ച് ബുദ്ധിമുട്ടില്ലാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട്. എന്തെങ്കിലും നല്ലൊരു ജോലി ഇതിന് കൊടുക്കാൻ പാറുവിനോട് പറ. മാന്യമായ ശമ്പളവും. ഒരവസരം വന്നപ്പോ എന്റെ ബാലകൃഷ്ണന്റെ കുഞ്ഞിനെ കൈവിട്ടില്ലല്ലോ എന്നതില് നന്ദിയുണ്ട്. ഒത്തിരി മനസമാധാനം തോന്നുക. ഓഫീസിൽ JK ബാലകൃഷ്ണനും രണ്ടല്ലായിരുന്നു, ഒന്നാ. എപ്പോഴും അങ്ങനായിരുന്നു. പക്ഷെ എന്നെ കളഞ്ഞിട്ട് അവനങ്ങ് പോയി. ബാലകൃഷ്ണന്റെ മോള് എനിക്ക് മോള് തന്നെ. ജാനകിയുടെ അച്ഛനെ പലപ്പോഴും സാമ്പത്തികമായി സഹായിക്കാൻ JK നോക്കിയതാ. ഒന്നിനും വഴങ്ങിയില്ല. ഇനിയെങ്കിലും ഈ ദുരഭിമാനം കളയണം. നമ്മൾ അതുകൊണ്ട് ഒന്നും നേടില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു നല്ല ചീത്ത സ്വഭാവ. സരസ്വതിയെ എന്താ നോക്കി നിൽക്കണേ? ചായ എടുക്കാൻ. എന്താ എല്ലാവർക്കും ഒരു പരിങ്ങല്? മുത്തച്ഛ, ചായ ഇടണമെങ്കിൽ പാലും പഞ്ചസാരവും തേയിലയും വെള്ളവും ഒക്കെ വേണ്ടേ? അതിനിവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ചായ ഇടുന്നേ? ആ വണ്ടിയുടെ പൊടി പോലും ഇല്ലല്ലോ. എന്നും ഇവിടെ വന്നിങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ല ഉണ്ടോ? അതാണ് തെണ്ടി എനിക്കും ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് വല്ല നേർച്ചയുണ്ടായിരുന്നു? നിനക്കല്ലായിരുന്നു നിർബന്ധം ആ ടാക്സി ഡിക്കി തന്നെ കൊണ്ടുവന്ന് വെക്കണം. എന്തൊന്നും വിട്, കൊച്ചു പിള്ളേരെ അബദ്ധം ചെയ്തത് നമ്മൾ 3 പേരുടെ തന്നെയാണ്. ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും. അതെ, അതാണ് അത് ശരി. അയ്യോ, എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ചാക്കോ, നീ ഇങ്ങനെ ഒപ്പാരിയിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം. നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന് കഴിഞ്ഞേറ്റെ. എടാ പൊക്കടാ. എന്താടാ മലദൈവോ? അതിന്റെ അച്ഛൻ ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാൽ മതിയായിരുന്നു. അതിനേക്കാൾ സുരക്ഷിത് ഇവിടെ ഉണ്ടായിരുന്നു. ചിരിച്ചോ. ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. വാ. എന്നേക്കാ വലിയൊരു ഡിക്കി. ഞാൻ കുട്ടൻപിള്ള സാറ്. കുട്ടൻപിള്ള എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. കുഞ്ഞുകുട്ടി മുതൽ പടുകിഴവൻ വരെ കുട്ടൻപിള്ള സാറിനെ വിളിക്കൂ. കുട്ടമ്പിള്ള സാർ എന്താ ഇരുട്ടത്ത്? ഒന്ന് ഒളിച്ചിരിക്കാമെന്നതാ. അതുകൊണ്ടല്ലേ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. ഇത് അലൻ, ചാക്കോ, വെങ്കടേഷ്. പേടിക്കണ്ട, ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ തന്നെയാ. എനിക്കും കുറെ പണം നഷ്ടപ്പെട്ടു. ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് പോയത് സ്വന്തം പണവും നിങ്ങൾക്ക് പോയത് കട്ടതും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ രാത്രിയിലെ യാത്രക്കാരെ, മര്യാദയ്ക്ക് നടക്കുന്നവരല്ല, നിങ്ങളെപ്പോലെ ഒളിച്ചും പതുങ്ങി നടക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പണവും എനിക്ക് എൻ്റെ പണവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. KL 1A999 സ്കോർപിയോ, അതല്ലേ വണ്ടി? കയറി പോയിക്കോളൂ. അങ്ങേര് മാഞ്ഞുപോയി. ഇത് കുട്ടമ്പിള്ള സാറൊന്നുമല്ല, ഇത് സേതുരാമയ്യറ, CBI. ആ, നിങ്ങളൊന്ന് കണ്ടില്ലേ? ആ സൈറ്റ് തന്നെയാ. അത് തന്നെ. ഞാൻ സാധനം കൊടുക്കാം. ഡാ, ആ ഹോട്ടൽ പ്രൊജക്ടിന്റെ സ്ഥലം കണ്ടില്ലേ? അവരാ. ആ, സാജന, തീർച്ചയായിട്ടും സ്കെച്ചും പ്ലാനും കൊടുത്തേക്കണം. ഓ ശരി. ഞാൻ നമ്മുടെ ടോട്ടൽ 3 months വർക്കും പ്രോഗ്രസ് നോക്കായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി എ മിറക്കിൾ അച്ചീവ്മെന്റ്. സാജന് കിട്ടിയ പണത്തിൽ നിന്നും നമ്മൾ എടുത്തത് എത്രയാ? 50. എത്രയാ? 50. ആ, വേണമെങ്കിൽ ആ 50 അടുത്ത മാസം തിരിച്ചു വയ്ക്കാം. ഞാൻ ആലോചിക്കുന്നത് തിരിച്ചാ. ബാക്കിയും കൂടി ഇവിടെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലോ? ഓക്കെ, അത് വേണ്ട. ഞാൻ എല്ലാം കേട്ടതാ. പാറു പറഞ്ഞാ ശരി. ഡാ, നമ്മളിപ്പോ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ചുമ്മാ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൂട്ടാൻ നോക്കോ? സ്പീഡ് ഒന്ന് കുറച്ച് സൂക്ഷിച്ച് ഓടിച്ചു നോക്ക്. ഇടയ്ക്ക് ബ്രേക്ക് ചവിട്ടേണ്ടി വരത്തേ ഇല്ല. തുടങ്ങി രണ്ടും കൂടി. സാജൻ പറഞ്ഞതാ ഒരു അർത്ഥത്തിൽ ശരി. റിസ്ക് മുഴുവൻ എടുത്തിരിക്കുന്നത് അവരാണല്ലോ. May I come in? യെസ്, കം ഇൻ. Sir.
ഒരു 6 ഏക്കർ പാഡി ഫീൽഡിന്റെ പാർട്ടി വന്നിരുന്നല്ലോ, അതെന്തായി? അവർ വിളിച്ചിരുന്നോ? സർ അവരെന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാനൊരു ലേശം വെയിറ്റിട്ട് നിൽക്കാണ് സർ. ആ ടീം അത്ര ജെനുവിൻ അല്ല. എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്താണ് ഈ സ്ഥലം. ഞാൻ അന്വേഷിച്ചു, പിന്നെ അതിലൊരു മൈനറും. എനിക്കെന്തോ ആ ഡീല് വേണ്ടെന്നാണ് തോന്നുന്നത്. ജാനകിയുടെ ജഡ്ജ്മെന്റ് അങ്ങനെ തെറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം അല്ലേ? ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി, ഞാൻ അറിയിച്ചേക്കാം. എത്ര പെട്ടെന്നായി പെണ്ണ് റിയൽ എസ്റ്റേറ്റ് പണി പഠിച്ചത്. ജീവിതത്തിൽ വിശപ്പ് പതിവായാലേ ആരും എന്തും പഠിക്കും. അത് ജാനകിയുടെ ഒച്ചയല്ലേ?